അവന്തി രാജാവായ ശാർങ്ങദത്തന്റെ മകൻ പുഷ്പാങ്കദൻ എത്ര നിർബന്ധിച്ചിട്ടും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. ഓന്റെ അച്ഛൻ കുറെ പറഞ്ഞു നോക്കി, മോനെ പുഷ്പാങ്കദ, പോയി കല്യാണം കഴിക്കൂ മോനെ കല്യാണം. സമ്മതിക്കുന്നില്ല. ഒടുവിൽ പുഷ്പാങ്കദന്റെ ഫ്രണ്ട് പേശാലനൻ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. പുഷ്പാങ്കദനെയും കൂട്ടി ടൂർ പോയി റിസോർട്ടിൽ താമസിച്ചു. റിസോർട്ടിലാ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിസോർട്ട്, അന്നത്തെ കൊട്ടാരോദ്യാനം. ഇനിയിപ്പോ സുരേഷിന് എങ്ങനെയാ ഇത് കൺസ്യൂവ് ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ. കൃഷ്ണേട്ടൻ അഭിനയിക്കുന്നുണ്ടാ? നിർബന്ധിച്ചാ പോവും, അല്ലാണ്ട് ഞാനായിട്ടില്ല. എന്നാ ഞാനുണ്ട്. നീന്തി കുളിക്കും അച്ഛനോടെ പോന്നെ? അത് നിന്നോട് പറയണോ? നാടകം നോക്കി പോവുന്നു മോനെ, പിടിച്ച് കെട്ടിക്കോ. എനക്കറിയാമേ, അതല്ല ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അമ്മയും മോനും വിചാരിച്ചാലൊന്നും എന്നെ പിടിച്ച് കെട്ടിയിടാന്ന് വിചാരിക്കണ്ട. ഈ നാട്ടിലൊരു നാടകം നടക്കുമ്പോൾ MT എന്ന് പറയുന്ന ഞാൻ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ മുടിയും താടിയും വെച്ച് നടക്കുന്നത്? അങ്ങനെ എനിക്കും ചോദിക്കാനില്ലത്, എന്തിനാണ് ഈ താടിയും മുടിയും വളർത്തി നടക്കുന്നത്? അതെൻ്റെ ഇഷ്ടം, നീ ആര് ചോദിക്കാൻ? അച്ഛൻ നിങ്ങൾക്ക് 2 പെമ്മക്കളാണെന്ന് ഓർക്കണം. പങ്ങന്മാർക്ക് കല്യാണപ്രായം എന്നുള്ള കാര്യം നീ ഓർക്കണം. 10-30 വയസ്സായില്ലടാ, ഇനി ഇങ്ങനെ ബസ് ഓടിച്ച് കളിച്ച് നടക്കുക. വണ്ടി മാറ്റി. പറ്റൂല അച്ഛൻ, നാടകത്തിന് പോകാനുള്ള പരിപാടിയാണ്, ഞാൻ വണ്ടി മാറ്റൂല. മാറ്റണ്ട, കാണിച്ചിടാ എനിക്ക്. നീ നിന്റെ കാറ്റ് പോവാൻ നോക്കിയാ മതി. അങ്ങനെ പേശാളിന്റെ കൂടെ മദനോദ്യാനത്തിൽ താമസിക്കാൻ ചെന്ന പുഷ്പാങ്കദൻ അന്ന് രാത്രി സ്വപ്നത്തിൽ ഒരു സുന്ദരീനെ കണ്ടു. എന്നിട്ട് എന്തിയെ? സ്വപ്നത്തിൽ കണ്ട സുന്ദരീനെ കല്യാണം കഴിക്കാന്ന് പുഷ്പാങ്കദൻ സമ്മതിച്ചു. ഇനി അച്ഛൻ ശാർങ്ങദത്ത രാജാവ്, അതായത് നിങ്ങ വേണം ഓളെ കണ്ടുപിടിച്ച് എൻ്റെ കൈ പിടിച്ചിട്ട് ഏൽപ്പിക്കാൻ. അത് നിങ്ങ തന്നെ ചെയ്യണം. അല്ല, ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? എന്ത്? അവന്തി രാജ്യത്തിന് ഒരു സന്തോഷകരമായ വാർത്തയോ? നാളെ മുതൽ ഭവാനി ക്ഷേത്രത്തിൽ 10 ദിവസത്തെ ഉത്സവം. ആ സുന്ദരി ഉത്സവത്തിന് വരാതിരിക്കില്ല. പുഷ്പാങ്കദന്റെ നായികയെ കണ്ടെത്താൻ ഇനി അധികം സമയമില്ല. പോയിട്ട് വരട്ടെ ഗംഗാരട്ടാ. ചതുരംഗക്കളത്തിൽ വിവസ്ത്രയാക്കപ്പെട്ട പാഞ്ചാലി സുരേശനെ കൊന്ന് ഓന്റെ ചോരത്തേക്കാണ്ട് ചാരുവിന് മുടി കെട്ടണ്ട. ഈ ഗംഗാരാട്ടനാ പറയുന്നത്. ഏട്ടന് പറ്റുന്നൊക്കെ പറയട്ടാ. അഭിനയിക്കാനാ അന്ന് പോകുന്നത്, യുദ്ധത്തിനല്ല. പോട്ടാ. പുഷ്പാങ്കദൻ എന്താ പൂണിയിലിരുന്ന് माताजी का आंख का ऑपरेशन की जरूरत. ഓ സോറി, ഇമോഷണൽ ആയാൽ ഹിന്ദി വരും. അമ്മച്ചിക്ക് കണ്ണിനൊരു ഓപ്പറേഷൻ, അതിന് വന്നതാ. ബസ് ഇറങ്ങിയ നേരം ഒരു നാടകത്തിന്റെ മണം. എന്നാ അതൊന്ന് അറിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. നാരടാ, നമ്മള് പുഷ്പാങ്കദനില്ലേ? ആര്? പുഷ്പാങ്കദൻ. സ്വപ്നത്തിൽ കണ്ട സുന്ദരി അവര് ഫ്രണ്ട് ഒന്നിച്ച് നമ്മളെ ഭവാനി അമ്പലത്തില് ഉത്സവം കാണാൻ പോകുന്ന സീനാണ്. അവര് തമ്മിൽ കണ്ടുമുട്ടിയല്ലേ? അതെ. പിന്നെ ആന വരണ്ടു, ആൾക്കാരൊക്കെ പരക്കം പാച്ചിലായി, അങ്ങനെ ഉത്സവം മുടങ്ങി. മതി സുരേഷ, ബാക്കി ഞാൻ ഇവളെ കൊണ്ട് വായിപ്പിച്ചോളാം. ഇവളെ എനിക്ക് വായിച്ച് പറഞ്ഞു തന്നോളൂ. മതി. എങ്ങനെയായാലും നാരായണന് കാര്യം മനസ്സിലായാൽ മതി. ഒന്നുകൂടെ കാണണ്ടേ, ഹൃദയം തുറക്കേണ്ടേ? അതെ. നീ എന്തിനാ എന്നെ നോക്കുന്നു? സ്വപ്നത്തിൽ കണ്ട സദാരാമയെ പുഷ്പാങ്കദൻ വീണ്ടും കാണാൻ വേണ്ടി പറയുന്നതല്ലേ? അവർക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇതെന്തിന് ഇവൻ നിങ്ങളോട് പറയുന്നതെന്ന്? എന്നോട് പറയണ്ടേ? അവന്തി രാജ്യത്തിലെ രാജാവ് എന്ന നിലയ്ക്ക് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഞാനും പോകണ്ടേ ഭവാനി ഉത്സവത്തിന്? പിന്നെ
ഇതൊക്കെ എന്താ അറിയാ, വെറുതെ പേടിപ്പിക്കുക മാത്രമേ. മിസ്റ്റർ സുരേഷ്, आप बिजी हो? തിരക്കിലാണോ? ഹേ അല്ലേ? പറഞ്ഞോ ടി വി. ഈ ആന വരൂ. ഒരെണ്ണം കൂടി വെച്ചാലോ? വേണ്ട കുട്ടി, ആനയുടെ കൂടെ ഓടാനില്ലതാ മതി. ആന വരുമെന്നാ ഹറേ? ആന വന്നാലും വന്നില്ലെങ്കിൽ നാളെ അഭിനയിക്കും. ആനയുടെ ഇമ്പാക്ട് ഇടും. ഹലോ, ആന വരൂല്ലേ? യോ ആത്തി ലേട്ടാ, ആന ലേട്ടാ. കിഴക്കേ മണ്ഡപത്തിലേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുക. ഷാർങ്ങകത്തെ രാജാവായി നാഹർ കിഴക്കേ മണ്ഡപത്തിൽ നിന്നും നടന്നു വരണം. പുഷ്പാങ്കതനായി നമ്മളെ സ്വന്തം സാംസൺ ടിവിയും പേശാലനായി നമ്മളെ ബ്രോക്കർ ഷമീറും സ്വപ്നത്തിൽ കണ്ട സുന്ദരിയെ തിരഞ്ഞ് ആളുകളുടെ ഇടയിലൂടെ നടക്കണം. സ്വപ്നത്തിൽ കണ്ട സുന്ദരി ഇന്ന് വരാതിരിക്കില്ല. സുരേഷ, ആനയുടെ കാര്യം എന്തായി? സാംസങ് കമ്പനിയുടെ ഒരു മൊബൈൽ ഫോൺ ഭഗവതി, എത്ര നേരമായി കാത്തിക്കുന്നു? ആന വരാനുള്ള സമയല്ലേ? ആന കൊടുത്തു. ஆத்தி வரும். ஆத்தியோட என்ட்ரிக்கு டைம் ஆயிடுச்சுன்னா விசில் மட்டும் போடு. ഓക്കെ. വൈകി വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ആ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കണേ. ആന വരുമ്പോ നമ്മളെ സുരേഷൻ വിസിലടിക്കും. സാംസണാണ് ആദ്യം ആനയെ കാണേണ്ടത്. ആന ഒന്ന് ചിഹ്നം വിളിക്കും. പേടിക്കൊന്നും വേണ്ടാട്ടാ, ആന ഒന്നും ചെയ്യൂല. പേടിച്ചായിരം മോനെ. ആരും ബഹളം വെക്കരുത്. വരാനില്ല, വണ്ടി പൈസ ഞാൻ എനിക്ക് അയച്ചു തന്നിട്ട് വീട്ടിൽ കയറാൻ നേരമില്ല. ആന വന്നിട്ടില്ല. എന്റെ അച്ഛനത് കുടിച്ച് തരുന്നു. എന്റെ നാഹരേ, അച്ഛനെ കൊണ്ട് നാളെ വരുന്ന ഞാൻ കാത്തിരുന്നിട്ട് നീ നാളെ കളിക്കാൻ വരുന്നല്ലടാ. കൈമ കിട്ടട്ടെ, ഞാൻ കാത്തിരിക്കാൻ. ആന വരണ്ടിരിക്കുവല്ലേ, സൂക്ഷിക്കണ്ടേ. നാളെ കഴിഞ്ഞ് ബംഗ്ലാവിനെ പോയി ഓപ്പറേഷൻ ചെയ്തേക്കാം. ബാക്കി കസം കാത്തോ. I repeat, there is no elephant in the room. There is a Elizabeth in the room.